പ്രാപിക്കാൻ സാധിക്കുന്നു. 91 ഡിസംബർ 13. അതുപോലെ തന്നെ വൃദ്ധവേഷം 2002 മെയ് 17 വന്നു. ഇപ്പൊ അത് ബുക്കാക്കി ഇറക്കി. പിന്നെ പിശാച് ആട്ടിൻകുട്ടിയുടെ രൂപത്തിൽ വരുന്ന റസൂൽ പറഞ്ഞത് ഇതാ: നിങ്ങൾ വരികൾ ചേർക്കുവീൻ, നിസ്കരിക്കുമ്പോഴേ സഫുകളെ അവക്കിടയിൽ നിങ്ങൾ ചേർന്നു നിൽക്കുവീൻ, നിങ്ങളുടെ പിരടികൾ നിങ്ങൾ നേരെയാക്കുക, എന്റെ ആത്മാവ് നിയന്ത്രിക്കുന്നവൻ തന്നെ സത്യം, അണികളുടെ വിടവുകളിൽ പിശാച് കറുത്ത ആട്ടിൻകുട്ടികളെ പോലെ കടന്നു വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇത് സുല്ലമയുടെ റിയാദ് സാലിഹിൻ പരിഭാഷ വാള്യം 3 പേജ് 142. അപ്പൊ റസൂല് പറയാണ്, ആട്ടിൻകുട്ടികൾ ഇങ്ങനെ കയറി നിൽക്കുന്നത് പോലെ പിശാച് കയറി നിൽക്കുന്നത് ഞാൻ കാണുന്നു. അപ്പൊ കറുത്ത ആട്ടിൻകുട്ടിയുടെ രൂപം പ്രാപിച്ചിട്ട് പിശാച് വന്നുവെന്ന് വേണമെങ്കിൽ ഈ സുല്ലമിക്കനാക്കാൻ സുല്ലമി അതിനെ വ്യാഖ്യാനിച്ച് തുമ്പില്ലാതാക്കാണ്. ഇനി കേട്ടോളി സുഹൃത്തുക്കളെ, ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ പിശാചിന് വെറുപ്പുണ്ടാക്കുന്നതാണ് ബാങ്ക്. അതിനെ ദുർബലമാക്കാൻ നീതിപാലകന്മാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും ജഡ്ജിമാരുടെയും രൂപത്തിൽ അവൻ പ്രത്യക്ഷപ്പെടും. പല ശബ്ദത്തിലൂടെയും തത്വത്തിലൂടെയുമായിരിക്കും അവന്റെ വരവ്. സുല്ലമിയുടെ ബുഖാരി പരിഭാഷ വാള്യം 1 പേജ് 387. അപ്പൊ ജഡ്ജിമാരെ കോലത്തിൽ വരും, ശാസ്ത്രജ്ഞന്മാരെ കോലത്തിൽ വരും. അപ്പൊ ഒരു ജഡ്ജിനെ കണ്ടാല് ഇപ്പൊ ശൈത്താൻ തന്നെയാണോ? മുൻസിഫ് ഇവിടെ ഇരിക്കണ്ടല്ലേ, നമ്മളെ കേസ്, നമ്മളെ മടവൂരി കേസ് ജയിപ്പിക്കണേ ആണോ? പല ജഡ്ജിമാരുണ്ടല്ലേ നമ്മക്ക്, ഇതൊക്കെ യഥാർത്ഥ ജഡ്ജി തന്നെ ആണോ എന്ന് പറഞ്ഞാൽ എന്താ പൈന് പറയാ? അപ്പൊ നിങ്ങൾ തന്നെ എഴുതി വിട്ടിരിക്കാണ്, ജഡ്ജിമാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും ഒക്കെ രൂപത്തിൽ പിശാച് പ്രത്യക്ഷപ്പെടും എന്ന് മാത്രമല്ല, ഇനിയും കേട്ടോളി നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയില്ലെന്ന് വിവക്ഷ. അതായത് ആരെങ്കിലും എന്നെ സ്വപ്നം കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടത്, പിശാചിന്റെ രൂപം പ്രാപിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഹദീസിനെ വ്യാഖ്യാനിച്ച് സുല്ലമി പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് വിവക്ഷ. ഞാൻ നബിയാണെന്ന് പറഞ്ഞ് പിശാച് മറ്റു രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഞാൻ കണ്ടത് നബിയെ തന്നെയാണോ അല്ലയോ എന്നത് തീരുമാനിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും ദർശിച്ച സഹാബിയന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ സ്വപ്നത്തിൽ പിശാച് നബിയാണെന്നും പറഞ്ഞുകൊണ്ട് പല കോലത്തിലും വരും. അപ്പൊ പിശാചിന് സ്വപ്നത്തിൽ വരുമ്പോ കോലം മാറാൻ സാധിക്കും എന്ന് പ്രത്യേകം ഓർമ്മിക്കാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ അതെല്ലാം ഇവർക്ക് എന്തായി? അതെല്ലാം ഇപ്പൊ അന്ധവിശ്വാസമായി. ഇവർ തന്നെ ഇവരെ പുസ്തകത്തിൽ എഴുതിയതിനൊക്കെ ഇയാൾ വ്യാഖ്യാനിച്ച് ഒപ്പിക്കാണ്. എന്ന് മാത്രല്ല, ഇങ്ങനെ ആർക്കെങ്കിലും മനുഷ്യന് രൂപം മാറാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അവർ മനുഷ്യ തമ്മാടികളാണെന്നാണ് ഇയാൾ പറയുന്നത്. അപ്പൊ ആരൊക്കെ തമ്മാടിയാവും ഒന്ന് കേൾപ്പിച്ചു കൊടുക്കി. ഈ തിരൂർ റോട്ടിലേക്ക് ഞാനൊരു പെണ്ണിനെ പിടിച്ച് കടന്നു പിടിച്ച് നച്ച് കഴിച്ചിലായിക്കൂടെ, എന്റെ രൂപത്തിൽ പിശാചെന്ന് പിടിച്ചതാണ്. അപ്പൊ റഷീദ പറയാ, തമ്മാടികള്, മനുഷ്യ തമ്മാടികളെ വാദാണ് നിന്ന ഈ മനുഷ്യന്റെ പിശാചിന് പല രൂപത്തിൽ വരുന്നു. അവരെ തന്ത്ര കുതന്ത്രാണെന്ന. അപ്പൊ ആരൊക്കെ തമ്മാടിയായി? പിശാച് വേറെ രൂപത്തിൽ വരും തന്നെ മനുഷ്യ തമ്മാടി. ഇയാൾ ഒന്നാമത്തെ തമ്മാടി, കണ്ടില്ലേ? ഇയാളെ ബുക്കിന്ന് ഇപ്പൊ ഞാൻ 4 വായിച്ചില്ലേ? ഇയാൾ ഒന്നാമത്തെ തമ്മാടി. പിന്നെ അമാനി പോലീ തമ്മാടിയായി, ചെറിയ മുണ്ടം വലിയ തമ്മാടിയായി. മനുഷ്യ തമ്മാടികളാണ് പറയുന്നത്. കണ്ടോ അയാളെ അരിശം കണ്ടത് പറയുമ്പോ പിശാച് വിവിധ രൂപത്തിൽ വരുമെന്ന് പറഞ്ഞവൻ മനുഷ്യ തമ്മാടിയാണ്. നോക്കണം നിങ്ങള്, ആരെയാണ് ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്? പിശാച് പല രൂപത്തിൽ വരുമെന്ന് ശാസ്ത്രജ്ഞന്മാരും ജഡ്ജിയുടെ രൂപത്തിൽ വരും. വൃദ്ധവേഷത്തിൽ ഇബ്ലീസ് വന്നിട്ടുണ്ട്. മാത്രമല്ല, ചെറിയ മുണ്ടത്തിന്റെ തന്നെ പുസ്തകത്തിൽ അൽ ഫുസൂൽ ഫീ സീറത്തിർ റസൂൽ ഇന്നും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് പ്രിലി ഫസ്റ്റ് ഇയറിൽ. ആ പുസ്തകത്തിന്റെ 42-ാമത്തെ പേജിൽ ബനൂ മുദ്രജ് ഗോത്രത്തിന്റെ തലവനായ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ വെളിപ്പെട്ടുകൊണ്ട് പിശാച് ഖുറൈശികൾക്ക് സഹായ വാഗ്ദാനം നൽകുകയും അവർ ഒരുങ്ങി പുറപ്പെട്ട കാര്യം അവർക്ക് സുന്ദരമായി തോന്നിക്കുകയും ചെയ്തിരുന്നു. തങ്ങൾക്ക് നാശം സംഭവിച്ചാൽ തങ്ങളുടെ കുടുംബങ്ങളും സ്വത്തുക്കളും ഒക്കെ ബനൂ മുദ്രജ് ഗോത്രക്കാർക്ക് അധീനമാകുമെന്ന് ഖുറൈശികൾ ഭയപ്പെട്ടിരുന്നത് കൊണ്ടാണ് പിശാച് ബനൂ മുദ്രജ് ഗോത്രത്തലവന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു ഇപ്രകാരം പറഞ്ഞത്. എന്നിട്ട് സൂറത്ത് അൻഫാലിലെ 48-ാമത്തെ ആയത്ത് എടുത്തു കൊടുക്കുകയാണ്. അപ്പോ ആരായി മനുഷ്യ തമ്മാടി? ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി മനുഷ്യ തമ്മാടിയായി. കണ്ടോ? ഞങ്ങൾ പറയില്ലട്ടോ, ഇതൊക്കെ സുല്ലമിയുടെ നാക്കുണ്ടാക്കുന്ന വലിയ ദ്രോഹങ്ങൾ മാത്രമാണ്. ഇയാൾ വലിയ മുഹദ്ദിസ്. കേട്ടോളികളി, ഇനി ഇവരുടെ വാദം എന്താണെന്നറിയോ? പിശാച് അങ്ങനെ മനുഷ്യരൂപത്തിലൊന്നും വരൂലാന്ന് 1956 ഫെബ്രുവരി അൽമനാറിലില്ലേ ഈ സുല്ലമി തിരികെതാണ്. അതിനെ പറ്റി ഇയാൾ പറഞ്ഞോട്ടോ. ഇയാളെ 1986 ഫെബ്രുവരി മാസത്തിൽ ചോദ്യത്തടുത്ത് കൊടുത്തിട്ട് ഇന്ന് വരെ അൽമനാലിൽ തിരിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇവിടെ ഏതാനും ചില പിള്ളേരാണ് ഇത് പറഞ്ഞ് പ്രചരിപ്പിച്ചെടുക്കുന്നത്. ഇപ്പൊ ഇത് തെറ്റായിരുന്നെങ്കിൽ അൽമനാല് കൊടുത്തത് പിശാചിന് പല രൂപത്തിൽ വരാനും നമ്മെ ശാരീരികമായി മാനസികമായി ഉപദ്രവം ചെയ്യുവാനും
അതുപോലെ തന്നെ പിശാചിന്റെ പ്രവർത്തന രംഗം ആത്മീയ മാത്രമല്ല ശാരീരികമായ രംഗമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ അൽമനാലിൽ 86 ഫെബ്രുവരിയിൽ ചോദ്യോത്തരത്തിലാണ് കൊടുക്കുന്നത്. പണ്ഡിതന്റെ ലേഖനമല്ല, ചോദ്യോത്തരം കുറച്ച് ഔദ്യോഗികം ഉണ്ടാവുമല്ലോ. എങ്കിൽ ഇതുകൊണ്ട് തന്നെ തിരുത്ത് വരെ കൊടുത്തില്ല. ഇപ്പൊ ഷബാബിൽ വരുന്നത് ഇവിടെ ഉദ്ധരിച്ച്, ഷബാബിൽ ചെറിയമുണ്ട് അബ്ദുൽ മദനി ആ ഭക്തി കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില അഭിപ്രായങ്ങൾ ആ ചോദ്യോത്തരത്തിൽ കൊടുക്കാറുണ്ട്. പക്ഷെ അപ്പൊ അതിന്റെ അപ്പൊ തന്നെ അതിന് എതിർത്ത് ലേഖനം കൊടുക്കാറുണ്ട്. അതേ സമയത്ത് അൽമനാലിൽ എന്തില്ല, ഇതിനൊരു എതിരായിട്ട് പറഞ്ഞത് ശരിയല്ല, ഇന്നുവരെ കൊടുത്തിട്ടില്ലല്ലോ. എങ്ങനെയുണ്ട്? അൽമനാറിൽ വന്ന ഔദ്യോഗികം, പിന്നെ ഷബാബിന് വന്ന ചെറിയ മുണ്ടത്തിന്റെ അഭിപ്രായം ഉണ്ടാവുമല്ലോ. കൊടുത്ത ചൂറിന് കൂറുള്ള അടിമ അല്ലേ? മടവൂര് കൊടുക്കണതിനനുസരിച്ച് നല്ലോണം ഉരുളാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോ നല്ലോണം കിട്ടുന്നുണ്ടാവും അല്ലേ? എന്ത് കണ്ട് മുജാഹിദായി എന്നാണ് ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാര് പറഞ്ഞത്. കുറെ മുസ്ലിയാക്കന്മാര് ഖുറാഫാത്ത് ഉപേക്ഷിച്ച് KNM-ലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നല്ല മമ്മൂട്ടി മുസ്ലിയാര്, അയാൾ എന്ത് കണ്ടാ മുജാഹിദായത്? നിങ്ങൾ വയനാട് സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന അബൂബക്കർ ഫൈസി, അയാൾ എന്ത് കണ്ടാ മുജാഹിദായത്? ഈ പറഞ്ഞ കരിമ്പിലാക്കലിന്റെ സമസ്തയിൽ ഇങ്ങോട്ട് പോകുന്നത് എന്ത് കണ്ടാ? എത്രേ കിട്ടിയത്? അതൊക്കെ ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കിങ്ങള്. അപ്പൊ അങ്ങനെ പരിഹസിക്കുന്ന ഈ സുല്ലമി ഇപ്പൊ പറയുന്നുണ്ടെങ്കിൽ ചെറിയ മുണ്ടത്തിന്റെ അഭിപ്രായം ഉണ്ടാവും ഷബാബിലാണെങ്കിൽ, എന്നാ അതേ ആനുകൂല്യം KNM-ന് പകവെച്ചെന്നൂടെ? KNM-ന്റെ ആ ചോദ്യോത്തര പങ്ക്തി കൈകാര്യം ചെയ്യുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ അഭിപ്രായം ഉണ്ടാകും. ഇത് സുല്ലമിയാണ് അന്ന് എഴുതിയത്, പക്ഷെ സുല്ലമി അത് മൂടി വെക്കാണ്. ഞാൻ തന്നെ എഴുതിയതാണ് 1986 ഫെബ്രുവരി അൽമനാറിൽ കൂട്ടരെ, ഇന്ന് KP ഉള്ള കാലത്തിന് ഏൽപ്പിച്ചതാണ് എന്ന് ഞാൻ എഴുതിയതാണ്. KP അംഗീകരിച്ചാണ് എന്ന് പറഞ്ഞാ പോരെ, അത് മൂടി വെച്ചു. അല്ല, ഇയാൾ എന്താ വിചാരിച്ച KP മരിച്ചുപോയി, AP ആണെങ്കിൽ അന്നോട്ട് അൽമനാർ ഏറ്റെടുത്തിട്ടില്ല, അപ്പൊ ഇത് പൊളിയിലാന്നാ വിചാരിച്ചത്. ഇയാളെ തട്ടിപ്പിന്റെ ഊക്കൊണ്ട് വരാൻ ഔദ്യോഗികം ഉണ്ടാവുമല്ലോ. അൽമനാറിലല്ലേ, ചോദ്യോത്തരല്ലേ?